ഹായ്, എല്ലാവർക്കും ഗ്ലോ അപ്പ് വിത്ത് സാൻഡി യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ എന്താണെന്ന് വെച്ചാൽ കരിഞ്ജീരകത്തിൻ്റെ ഒരു ഹെയർ പാക്കിൻ്റെ ഒരു റിവ്യൂ ആണ് ഞാൻ പറയാൻ പോകുന്നത്. മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കരിഞ്ജീരകം ഉപയോഗിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ, എനിക്ക് എന്തെങ്കിലും റിസൾട്ട് കിട്ടിയാൽ അറിയിക്കാമെന്ന് കേട്ടോ. അപ്പോൾ ഞാൻ ഉപയോഗിച്ച് നോക്കി, അതൊരു 2-3 പ്രാവശ്യം ഞാൻ എൻ്റെ മുടിയിൽ ഉപയോഗിച്ചിട്ടുണ്ട് കരിഞ്ജീരകത്തിൻ്റെ ഒരു ഹെയർ പാക്ക്. ഓക്കെ, അപ്പോൾ എന്താണെന്ന് മാറ്റങ്ങളെന്ന് വെച്ചാൽ ലൈക്ക് കുറച്ചൊക്കെ മുടി വളർന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെയൊക്കെ ഇങ്ങനെ കുറച്ചൊക്കെ ഈ ഗ്യാപ്സൊക്കെ കുറച്ച് കുറഞ്ഞ പോലെ ഉണ്ട്. ഓക്കെ, നെറ്റി കയറുന്നതെന്ന് പറയുമല്ലോ, അതൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഗ്രേ ഹെയർ കുറയുമെന്നാണ് ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കണ്ടിട്ടാണ് ഞാൻ ഉപയോഗിച്ചത്. പക്ഷേ എനിക്ക് ആ ഒന്നും മാറ്റം കണ്ടിട്ടില്ല. ഓക്കെ, എൻ്റെ മുടിയിൽ. അപ്പോൾ ഞാൻ വേറെ എന്തെങ്കിലും ഒരു പ്രയോഗം നടത്തേണ്ടി വരുന്നതാണ് എൻ്റെ മുടിയിൽ ആ ഒരു ഗ്രേ ഹെയറൊക്കെ മാറ്റാൻ. പക്ഷെ എനിക്ക് നല്ല തിക്നെസ് ഫീൽ ചെയ്യണുണ്ട്. ഓക്കെ, വോള്യൂമായിട്ടുള്ള മുടി എന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഇതിൽ ഉലുവ ഉള്ളതുകൊണ്ട് റെഗുലറായിട്ട് ഉപയോഗിച്ച മാറ്റങ്ങൾ ഇനി മനസ്സിലാക്കുന്നതാണ്. ഓക്കെ, ഞാനൊരു 3 പ്രാവശ്യം ഉപയോഗിച്ചു, 3-4 പ്രാവശ്യമേ ഉപയോഗിച്ചിട്ടുള്ളൂ ഇതുവരെ. ഓക്കെ, അപ്പോൾ എൻ്റെ മുടിയിൽ ഈ മാറ്റങ്ങളാണ് സംഭവിച്ചത്. പിന്നെ പ്രത്യേകം പറയുമ്പോൾ ഇങ്ങനെ ഗ്രേ ഹെയർ ഒന്നും അത് പോണ പോലെ എനിക്ക് തോന്നിയിട്ടില്ല, കുറഞ്ഞ പോലെയും തോന്നിയില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ പൊതുവെ ഈ കരിഞ്ജീരകം എന്ന് പറയുമ്പോൾ എണ്ണയായിട്ട് ഉപയോഗിക്കുമ്പോൾ മേ ബി ചെറുതായിട്ട് ഒരു മാറ്റങ്ങൾ മുടിയിൽ അറിയായിരിക്കും. ഓക്കെ, ആരെങ്കിലും ഒരുപാട് ലോങ് ആയിട്ട് ഉപയോഗിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഈ കരിഞ്ജീരകം ഹെയർ പാക്ക് ആവാം, ഓയിലാവാം. ഓക്കെ, ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കണം കേട്ടോ. പിന്നെ അടുത്തതായി പറയാനുള്ളത്, നിങ്ങളാവുന്നത്ര വീഡിയോസ് കാണുക, പിന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഈ ചാനൽ വളർത്താനും ഒരു ഹെൽപ്ഫുള്ളായിരിക്കും. പിന്നെ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസ് വേണം കമൻറ്റ്സിലൂടെ അറിയിക്കുക. പിന്നെ കമ്മ്യൂണിറ്റി ടാബ് ഞാനൊന്നും അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. പക്ഷെ മുന്നാടി ഒരു 3-4 മാസം മുമ്പേ തന്നെ എങ്ങനത്തെ വീഡിയോസ് വേണമെന്ന് ഞാൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, നിങ്ങൾക്ക് എങ്ങനെ വേണോ അത് ഏതിൻ്റെ മേലെ ആയാലും ശരി. ഓക്കെ, ഹെയർ കെയർ, സ്കിൻ കെയർ, പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്. ഓക്കെ, അങ്ങനെ പിന്നെ പേഴ്സണൽ ഗ്രോത്തിന് വേണ്ടി, പിന്നെ നെഗറ്റീവ് തോട്ട്സ്, പോസിറ്റീവ് തോട്ട്സ്, അങ്ങനെ ഞങ്ങളുടെ പേഴ്സണാലിറ്റിക്ക് ബാധ്യതപ്പെടുന്ന കാര്യങ്ങൾ അതെങ്ങനെയൊക്കെയാണ് ഒഴിവാക്കുക, അങ്ങനെ. ഓക്കെ, അത് മേ ബി ഡിപ്രഷൻ ആവാം, ആങ്സൈറ്റി ആവാം, ടെൻഷൻ ആവാം, സ്ട്രെസ് ആവാം. ഓക്കെ, ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൻ്റെ മേലൊക്കെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ്സിലൂടെ അറിയിക്കുക. ഓക്കെ, പിന്നെ എപ്പോഴും സപ്പോർട്ട് ചെയ്യാൻ നോക്കുക, ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, പിന്നെ ഞാൻ ഇനിയും എൻ്റെ വീഡിയോസിൽ ഇനിയും ഞാൻ എൻ്റെ പ്രസൻറ്റേഷൻ ആയാലും ശരി, ഞാൻ മിണ്ടുന്ന രീതി, കമ്മ്യൂണിക്കേഷൻ ആയാലും ശരി, ഞാൻ ഇമ്പ്രൂവ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് വ്യൂവേഴ്സിന് ഹെൽപ്ഫുള്ളാവുന്ന രീതിയിലായിരിക്കും ഞാൻ വീഡിയോസ് ഇനിമേലെ പോസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് കരുതുന്നു. നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ അമർത്തി ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ തിരഞ്ഞെടുക്കുക. ഓക്കെ, അപ്പോൾ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി കിട്ടുന്നതാണ് എപ്പോഴെങ്കിലും ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പോൾ ഈ ചാനൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഫ്രണ്ട്സ്, റിലേറ്റീവ്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എപ്പോഴും പോലെ
ഈ ഒരു വീഡിയോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് കരുതുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.